ഹലോ സുഖല്ലേ? അപ്പോൾ ഇന്നൊരു ചെറിയ വ്ളോഗാണ്. വ്ളോഗും പിന്നെ ചെറിയൊരു റിവ്യൂ ഉണ്ട്. റിവ്യൂ അല്ലാണ്ട് നമ്മളെ പരിപാടി നടക്കൂലല്ലോ. അപ്പോൾ ഫ്രണ്ട്സിനൊന്ന് കാണണം. പിന്നെ ഒരു പടത്തിന് പോകണം എന്നൊക്കെ പ്ലാൻ ഉണ്ട്. ആർമന്നെയാണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആർമ് 3D അതേ തിയേറ്ററാണ്, പക്ഷെ 3D ആണ് കാണാൻ പോകുന്നത് ഇപ്രാവശ്യം. അപ്പം പോവാം. ഇപ്പം റെയിൽവേ എത്തി. ഫ്രണ്ട്സ് വരാൻ കാത്തുക്കാണ്. കുളിക്കുന്നുള്ളൂ ഒരു ചങ്ങായി പറഞ്ഞു. നോക്കട്ടെ. അപ്പോൾ നമുക്ക് ഫ്രണ്ടിനെ കിട്ടി. അപ്പോൾ മറ്റവൻ തിയേറ്ററിലോട്ട് വരാൻ പറഞ്ഞു. എൻ്റെ വീട് ഇവിടെ അടുത്താ. അപ്പോൾ നമുക്ക് തിയേറ്ററിലോട്ട് പോവാം. അതാ മെസ്സി ജോസഫ് തന്നെയാ? ആ, ജോർജല്ല ജോസഫ്. തിരക്കുണ്ടോടാ? അടുത്ത ഫ്രണ്ട് പടം എങ്ങനെയുണ്ട്? പടം അടിപൊളിയാ. എങ്ങനെയുണ്ട്? 3D എഫക്റ്റ് ഒക്കെ അത്യാവശ്യം ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളുണ്ട്. ഫുഡ് കഴിക്കാം. ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ചു. ഇനി ലുലു മാളിൽ പോകല. അതെ. അമ്മായി തിരക്കാണ് ഇവിടെ. നല്ല ബ്ലോക്കാണ്. ബാക്കോട്ടെ ബ്ലോക്കാണ്. ഒരു നോക്കുന്നുണ്ടപ്പോൾ വാങ്ങുന്ന തോന്നുന്നു ചങ്ങായിമാര്. ഇതിനത്ര ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടായിരുന്നു. ഇതിന് ഇത്ര ഉള്ളൂടാ. നമുക്ക് ഇന്ന് തന്നെ വാങ്ങാം. ഇത്രേ ഉള്ളൂ. നമുക്ക് ഇന്ന് തന്നെ വാങ്ങാം. അത്ര ഉള്ള പൈസ ഉള്ളു. ഇതിൻ്റെ പൈസ അത്ര ഉള്ളടാ. എൻ്റെ എത്ര ഉണ്ട്? എടാ കേറാ. ഇനി നമ്മളിവിടെ കയറി എന്തെങ്കിലും വാങ്ങാനാണ് നമ്മളെ പ്ലാൻ. അമ്മാര് തിരക്കാലാണ്. എന്താണ് അമ്മാര് തിരക്കാണ്. സ്റ്റെയർ കയറാൻ നോക്കി. സ്റ്റെയറില്ല, എസ്കലേറ്ററാണ് ഫുള്ള്. ഈ ലിഫ്റ്റ് ഗ്ലാസ് ലിഫ്റ്റ് ഫുള്ളാണ്. കയറാൻ സ്ഥലമല്ല. ഇതിലാണ് ഇനി കയറാൻ ഒരേ ഒരു ലക്ഷ്യം. ഇതാണ് ഇപ്പോഴത്തെ ലുലുമാളിൻ്റെ അവസ്ഥ. അങ്ങനെ കുറേ നേരം ടേബിളിന് കാത്തിട്ട് ലാസ്റ്റ് നമ്മളിവിടെ ഒരു ടേബിൾ മാത്രം കിട്ടി. കസേര കിട്ടില്ല. നിന്നിട്ട് ലേസ് കിട്ടാം. നമ്മൾ ഔട്ടിങ് ഒക്കെ കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായത്? ഔട്ടിങ് അടിപൊളി. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു ലുലുമാളിൻ്റെ ഉള്ളു അല്ലേ? ഇതിങ്ങനെ റോബോട്ട് അറിയുന്ന അപ്പം നമ്മൾ ഔട്ടിങ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് പറക്കും. ഞാൻ തിരിച്ച് ദിവസവും ഓൻ്റെ വീട് ഇവിടെ തന്നെയാണ്. മാങ്കാവ് തന്നെയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു ചെറിയ ഔട്ടിങ്. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഫ്രണ്ട്സിനെ കാണുന്നത്. ഞങ്ങൾ കുറേ ദിവസം പ്ലാൻ ചെയ്ത് ലാസ്റ്റ് ഇന്നാണ് ഞങ്ങൾ പോയത്. അടിപൊളിയായിരുന്നു. ഞാൻ പറയേണ്ട ആവശ്യമില്ല. നല്ല ഔട്ടിങ് ആയിരുന്നു. ലുലു മാളിലാണ് ഭയങ്കര തിരക്കായി പോയത്. അപ്പോൾ ഞാൻ പറയുകയാണ്, ലുലു മാളിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ദയവായിട്ട് ഒന്നേ രാവിലെ പോവുക. അല്ലാണ്ട് ഉച്ചയ്ക്കും വൈകുന്നേരം പോകുന്നത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാതിരി തിരക്കാണ്. ഞാൻ പോയ തന്നെ നിങ്ങൾ കുറേ വിഷ്വൽസ് കണ്ടിട്ടുണ്ടാവും. അതായത് അമ്മാതിരി തിരക്കാണ്. നമ്മൾ ഫുഡ് കഴിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും ഒരു സീറ്റ് ടേബിളൊക്കെ കിട്ടാൻ നല്ല പണിയാണ്. അവരെ പറഞ്ഞിട്ട് അവിടുത്തെ സ്റ്റാഫിനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ വെച്ചാൽ അത്ര ആളെ കൺട്രോൾ ചെയ്യാൻ എങ്ങനെയായാലും പറ്റില്ല. ഭയങ്കര റഷ് നല്ല ഉദ്ദേശിച്ചത്. പക്ഷേ നമുക്കൊരു എൻജോയ്മെൻറ്റ് ആ ഒരു സംഭവം ഒന്നും ആ ക്രൗഡിൽ നമുക്ക് കിട്ടൂല. ഇപ്പോൾ ഫണ്ടൂർ കുട്ടികൾ കളിക്കുന്ന ഫണ്ടൂറിലാണ് തന്നെ അമ്മ പീക്ക് ലെവൽ ഓഫ് തിരക്കായിരുന്നു പോയപ്പോൾ ഉണ്ടായിരുന്നത്.
അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ ലിഫ്റ്റ് സാധാ ലിഫ്റ്റ് കയറി ഗ്ലാസ് ലിഫ്റ്റ് കയറാനേ പറ്റിയില്ല. സാധാ ലിഫ്റ്റ് കയറി തുറക്കുമ്പോഴത്തേ നേരെ ഇവിടെ എത്തിയ മറ്റേ ചട്ടമ്മയാളിൽ ഇത് ഈ ദേശത്തെ വഴി എനിക്കറിയില്ലാത്ത ഡയലോഗ് കാര്യമായിരുന്നു. അതാണ് മനസ്സിൽ വന്നുകൊണ്ടിരുന്നത്. അതായത് ഈ ഫണ്ടൂറേൻ്റെ ഉള്ളത് അങ്ങനെ പുറത്തിറങ്ങണ്ടേന്ന് അറിയാത്ത രീതിയിൽ അമ്മേരി തിരക്കായിരുന്നു. അത് പോട്ടെ, എന്തായാലും നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ ഒന്നേം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പോവാം. തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞ് ചിലപ്പോൾ എന്താ ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും. എന്നാലും വൈകുന്നേരമൊക്കെ എന്തായാലും ഈ ഒരു ലെവല് ഇതിനേക്കാളും തിരക്ക് എന്തായാലും ഉണ്ടാവും എല്ലാ ദിവസവും. ഉച്ചയ്ക്ക് ബാക്കിയുള്ള ദിവസങ്ങൾ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ശനി ഞായറും ഹോളിഡേ ഒക്കെ നല്ല തിരക്ക് തന്നെ ആയിരിക്കും. ഇന്ന് കണ്ട കാര്യം തന്നെ ആയിരിക്കും. അപ്പോൾ ഒന്നേ രാവിലെ 11 മണിക്കൊക്കെ പോവാം, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്ന് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യൂ. എന്തായിക്കോട്ടെ, ഇനി ആർമ 3Dൻ്റെ കാര്യം പറയുകയാണെ, അടിപൊളി 3D എഫക്റ്റ് ആയിരുന്നു. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും കിഡിലനായിട്ടാണ് 3D വന്നുള്ളത്. ഓരോ വിഷ്വൽസ്, അതായത് എന്താ പറയുക, ബാക്കിലിരിക്കുന്ന ഒരാൾ ഇടയ്ക്ക് ചോദിച്ചു ഇതിനെന്തിനാ 3D എന്ന്. അത് പറഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ 3Dൻ്റെ അയ്യരാളെ കൊണ്ടുള്ള ഒരു സീന് വരും. പിന്നെ അയാൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതായത് അത്ര 3D ആയിരുന്നു. അതായത് ഭയങ്കര സംഭവം അല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് 3D വരുന്നുണ്ട്. പ്രതീക്ഷിക്കുന്ന സ്ഥലത്തും വരും, പക്ഷെ ഇല്ലാത്ത സ്ഥലത്തും വരുന്നുണ്ട്. പക്ഷെ ഞാൻ ആദ്യം 2D കണ്ടപ്പോൾ 3D ഉണ്ടാവും, അതായത് എഫക്റ്റ് ഉണ്ടാവും വിചാരിച്ച കുറച്ച് സ്ഥലങ്ങളിലൊന്നും എഫക്റ്റ് തോന്നിയില്ല. പക്ഷെ ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ 3D നല്ലോണം വർക്കായിട്ടുണ്ട്, വന്നിട്ടുമുണ്ട്. അതേപോലെ ഞാൻ ഇതിന് മുന്നേ 3D കണ്ട കൽക്കിയാണ് പ്രഭാസിൻ്റെ. ഞാൻ 2D കണ്ടിട്ടുണ്ട് തിയേറ്ററിൽ നിന്ന്, 3D കണ്ടിട്ടുണ്ട്. അത് ഈ കൊല്ലം ഞാൻ കുറേ സിനിമ 2 വട്ടം കാണുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ 3Dനേക്കാളും എനിക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നിയ ആർമിൻ്റെ തന്നെയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ തിയേറ്ററിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ സിനിമയ്ക്ക് ശരിക്കും ആർമിനേക്കാളും 3D എഫക്റ്റ് കുറവായിട്ടുണ്ടായിരിക്കും. പക്ഷേ എനിക്ക് 3D എഫക്റ്റ് പേഴ്സണലി കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത് ആർമ തന്നെയാണ്. അപ്പോൾ 3D കാണാൻ താല്പര്യമില്ല, നല്ല 3D ഉള്ള നല്ല തിയേറ്ററിൽ പോയി കാണാം. ഇവിടെ ഞാൻ 3D ഞാൻ പോയത് അപ്സരയാണ്. ഞാൻ 3D ഇത്ര ബെറ്ററായിട്ട് അവിടെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. അതുകൊണ്ട് കുറച്ചുകൂടി നല്ലൊരു എഫക്റ്റ് ആയിരുന്നു എനിക്ക് കിട്ടിയത് ആ വലിയ സ്ക്രീനിൽ. കോഴിക്കോടുള്ളവർക്ക് മനസ്സിലാവും, കോഴിക്കോടുള്ളത് തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് ആണ് അപ്സര കിട്ടുന്നത്. ഇപ്പോൾ 4K അറ്റ്മോസിലോട്ട് മാറ്റിയോണ്ട് തന്നെ അടിപൊളിയായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഔട്ടിങ്ങും എല്ലാം. പിന്നെ ഫ്രണ്ട്സ് വർത്താനം പറയുമ്പോൾ എനിക്ക് കാണാൻ പറ്റുക അവരുടെ ഒരു ചെറിയ മടിയൊക്കെ ആ രീതിയിലാണ്. അവർക്ക് അങ്ങനെ എന്താ പറയേണ്ട അറിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവരൊരു വലിയ അധികം സംസാരിക്കാനൊന്നും വരാത്തത്. അല്ല വീഡിയോ അല്ലേ. അപ്പോൾ ബൈ, സുഖം. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് താങ്ക്സ്. ബൈ, അത്രേ ഉള്ളൂ, വേറൊന്നും പറയാനൊന്നുമല്ല.